പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് ഫറൂഖില് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കാൻ ഇന്നലെ രാത്രി ബസ് ജീവനക്കാർക്ക് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ചാണ് സമരം. ഹോൺ അടിച്ചപ്പോൾ സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കാറിലെത്തിയ ഒരു സംഘം ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ സമയത്തുണ്ടായ സംഘർഷത്തിന്റെ രംഗങ്ങളാണ്. ന്യൂ സ്റ്റാർ ബസ്സിലെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ക്ലീനർക്കും ഇന്നലെ അതിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ഫറൂഖിൽ മിന്നൽ പണിമുടക്ക് നടത്തുന്നത്. പ്രേക്ഷകർക്ക് കാണാം, ബസ്സിനുള്ളിൽ കയറി ഡ്രൈവറെയും കണ്ടക്ടറെയും ക്ലീനറെയും ഈ കാറിലെത്തിയ സംഘം മർദ്ദിക്കുകയായിരുന്നു. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്താതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് തൊഴിലാളികളുടെ നിലപാട്. ഷഹദ് റഹ്മാൻ ഇപ്പോൾ സ്ഥലത്തുണ്ട്. ഷഹദ് റഹ്മാൻ, ആ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നു. വണ്ടിക്കുള്ളിൽ കയറിയാണ് അവരെ കയ്യേറ്റം ചെയ്തിരിക്കുന്നത്. കാറിൽ വന്നൊരു സംഘമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ യാത്രക്കാരെ, കാറിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഷഹദ്? എന്താണ് ജീവനക്കാർ പറയുന്നത്? ഡോക്ടർ അരുൺ, അതായത് ഇന്നലെ രാത്രി 8 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ ഫറൂഖിലേക്ക് വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ റോഡ് പണി നടക്കുകയാണ്. അതായത് ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള പണികളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വൺ സൈഡ് മാത്രമായിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെ ഓവർടേക്ക് ചെയ്ത് കടന്നു പോകാൻ സാധിക്കുകയുമില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ബസ് സൈഡ് നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ട് കാറിലെത്തിയ ഒരു സംഘം ബസ് ജീവനക്കാരെ മർദ്ദിക്കുന്നത്. സാധാരണഗതിയിൽ വാക്കുതർക്കം ഉണ്ടാകും, വാക്കുതർക്കം പറഞ്ഞ് അവസാനിപ്പിക്കാറൊക്കെയുണ്ട്. പക്ഷേ ബസ് നിർത്തിയ ഉടൻ തന്നെ ഈ കാറിലെത്തിയ സംഘം കാറിൽ നിന്ന് പുറത്തിറങ്ങുകയും പിന്നീട് വടിയൊക്കെ ഉപയോഗിച്ചാണ് ബസ് ജീവനക്കാരെ മർദ്ദിച്ചിട്ടുള്ളത് എന്ന ആരോപണമാണ് ഇവർ എന്തായാലും പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത്. ഇതിൽ ഡ്രൈവറായിട്ടുള്ള ആൾക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇതിന്റെ ഭാഗമായിട്ട് ഇവിടെ മിന്നൽ പണിമുടക്ക് നടത്തുകയും ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് എന്താണ് ഇന്നലെ സംഭവിച്ചത് എന്നുള്ളത്. അല്പസമയം മുൻപ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രകടനമൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താണ് ഈ പ്രതികളെ പിടികൂടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പം ആശുപത്രിയിലുള്ള ആളുകളുടെ സ്ഥിതി എങ്ങനെയാണ്? അവർക്ക് അത്യാവശ്യം ക്രിട്ടിക്കലാണ്. സംസാരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലാണ് ഡ്രൈവർ ഉള്ളത്. എന്തുകൊണ്ടാണ് മർദ്ദിച്ചത്? പലകൊക്കെ ഉപയോഗിച്ചിട്ടാണ് മർദ്ദിച്ചത്. ഓൾറെഡി അവരുടെ കാറിൽ തന്നെ ടൂൾസുകളൊക്കെ ഉണ്ടായിരുന്നു. അവരത് ഉപയോഗിച്ചിട്ടാണ് വണ്ടിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. ഇനി ഡ്രൈവർ ഡ്യൂട്ടി എടുക്കേണ്ട എന്നും പറഞ്ഞിട്ടാണ് ഡ്രൈവറെ തല്ലിയത്. ഈ രീതിയിൽ ഇനി വണ്ടി ഓടിക്കേണ്ട എന്നും പറഞ്ഞ് തല്ലുകയായിരുന്നു. പ്രതികളെ പിടികൂടിയിട്ടുണ്ടോ? ഇല്ല, പ്രതികൾ ഇന്നലെ ഇവിടെ പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു നിലവിൽ. അവരെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു സ്റ്റേഷനിലേക്ക്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരെ ഏതോ പാർട്ടിക്കാർ വന്ന് ഇറക്കി കൊണ്ടുപോവുകയാണ് ചെയ്തത്. നിലവിൽ ഞങ്ങൾ ബസ് ജീവനക്കാരുടെ പ്രശ്നം വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സമയം കൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളെ റിമാൻഡ് ചെയ്യാനുള്ള എല്ലാ നടപടികളും കോഴിക്കോട് ജില്ലയിൽ ഏത് സ്റ്റേഷനിലായാലും ഉണ്ടാവുന്നതാണ്. ഈ നേരം വരെ പിന്നെ അവരുടെ ഒരു അഡ്രസ്സ് പോലും എഴുതിയെടുത്തിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്. അരുൺ, പ്രധാനമായിട്ടും അതാണ്. അതായത് ഈ കാറിലുണ്ടായിരുന്ന ആളുകളെ ഇതുവരെ പിടികൂടിയിട്ടില്ല. അവരെ വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, സാധാരണഗതിയിൽ ബസ് ജീവനക്കാരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അവരെ പിടികൂടുക അല്ലെങ്കിൽ അവരെ റിമാൻഡ് ചെയ്യുകയൊക്കെ പെട്ടെന്ന് നടക്കും. പക്ഷേ ഈ കാറിലുണ്ടായിരുന്ന ആളുകൾ ഇതുവരെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാ. ബസ്സുകാർ പ്രതികരിക്കാനില്ല. ഓക്കെ, യാത്രക്കാരെ ബുദ്ധിമുട്ടുന്നുണ്ട് അല്ലേ? ഞങ്ങൾ പറഞ്ഞു ഇവിടെ വന്നപ്പോഴാണ്. തീർച്ചയായിട്ടും യാത്രക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. എപ്പം വന്നു നിന്നതാ? ഞാൻ രാവിലെ 6 മണിക്ക് വന്നു. ബസ് ഇല്ല എന്നുള്ളത് അറിയോ? ഇല്ല, വന്നപ്പോഴാണ് അറിയില്ല ബസ്സില്ലെന്നുള്ളത്. ബസ് സമരമാണെന്നുള്ളത് അറിയോ? ഇല്ല. ഇപ്പോഴാണോ അറിയുന്നത്? ബസ്സിലൊരു ജീവനക്കാരന് മർദ്ദനം ഏറ്റിട്ട് അവർ സമരത്തിലാണ്. എവിടേക്ക് പോകുന്നു? എവിടേക്ക് പോകുന്നു കേട്ടാ? ഇല്ല, എവിടേക്ക് പോകുന്നു കേട്ടാ? ഇവിടെ ടൗണിലേക്ക് പോകാൻ നിൽക്കുന്നതിന്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. അതുകൊണ്ട് എത്ര പെട്ടെന്ന് ഓരോ നടപടി എടുക്കണം എന്നുള്ള ഒരു പ്രശ്നമാണ്. അതാണ് യാത്രക്കാരുടെ ആവശ്യം. അതാണ് തീർച്ചയായിട്ടും നടപടി എടുക്കണമല്ലോ. അത് തീർച്ചയായിട്ടും വേണ്ട കാര്യമാണ്. സ്വന്തം തൊഴിലിടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാറിൽ വന്നിട്ട് ഗുണ്ടായിസം കാണിക്കുന്നത്. കാറുണ്ടെന്ന് കരുതി എന്ത് ഗുണ്ടായിസം കാണിക്കും? ചില കാറിലൊക്കെ വരുന്ന ചേട്ടന്മാരുടെ തോന്നലുണ്ടെന്നറിയും. ഈ നാഷണൽ ഹൈവേക്ക് അവർക്ക് വേണ്ടി മാത്രം പതിച്ചു കൊടുത്തതെന്നാണ്. ഇതൊക്കെ ഈ ജീവനക്കാർക്ക് വണ്ടി ഓടിക്കാനും ഒക്കെ ഉള്ള സ്ഥലം തന്നെയപ്പാ. മാത്രമല്ല, വലിയ രീതിയിൽ ഈ റോഡൊക്കെ പണി നടക്കുന്ന സമയത്തെ വൺ വേ ഒക്കെ ഉണ്ടാവും. അവിടെ 2 വണ്ടിക്ക് പോകാനുള്ള വീതിയൊന്നും ഉണ്ടാവില്ല. ഇത്രയും മനുഷ്യരെയും വെച്ചൊരു ബസ് പോകുമ്പോൾ പിന്നാലെ വന്ന് ഹോൺ അടിച്ച് കയറി പോവുക എമർജൻസി ഒന്നുമല്ലല്ലോ. വായു ഗുളിക പിടിക്കാനൊന്നും പോവുമല്ലോ. എവിടെയെങ്കിലും സുഹൃത്തുക്കളെ കമ്പനി കാണാനും ഒക്കെ പോവുമായിരിക്കും അല്ലേ? എന്നിട്ട് ഈ ഡ്രൈവറെ കയറി മർദ്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോശം കാര്യമാണ് എന്ന് പറയുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുള്ളത്, റോഡ് നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകാനായിട്ട് യാത്രയ്ക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങുന്നതാണ് നല്ലത്.